നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 8 മാസമായി ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസിന്റെ ആരോഗ്യനില അപകടകരമെന്ന് റിപ്പോർട്ട്. പല അടിസ്ഥാന കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയുന്നില്ലെന്ന് അവർ പറഞ്ഞതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മൈക്രോ ഗ്രാവിറ്റിയിൽ 234 ദിവസങ്ങൾ ചിലവഴിച്ചതോടെ നടക്കുന്നത് എങ്ങനെ എന്ന കാര്യം പോലും താൻ മറന്നുപോയെന്ന് അവർ സമ്മതിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ദീർഘനാളായി താൻ ഇവിടെയാണ്, കുറെ നാളുകളായി താൻ നടക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ടില്ലെന്നും തിങ്കളാഴ്ച മസാച്യുസെറ്റ്സിലെ നീതാം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുമായി വീഡിയോ കോളിലൂടെ സംസാരിക്കവെയാണ് അവരിത് പറഞ്ഞത്. ഭൂമിയിലേക്ക് മടങ്ങാനാകാതെ ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിത വില്യംസ് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് നടന്നത് 5 മണിക്കൂറും 26 മിനിറ്റുമായിരുന്നു. ആകെ 62 മണിക്കൂർ 6 മിനിറ്റ് നടന്ന സുനിത കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന സ്പേസ് വാക്ക്, അതായത് വനിത എന്ന റെക്കോർഡും സ്വന്തമാക്കി. അതിനുശേഷമാണ് പുതിയ റിപ്പോർട്ട് വരുന്നത്. 59-കാരിയായ സുനിത വില്യംസും 62-കാരനായ ബാരി വിൽമോറും കഴിഞ്ഞ ജൂൺ 5-ന് യാത്ര തിരിച്ചത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ 8 ദിവസം ചിലവഴിക്കുന്നതിനായിട്ടായിരുന്നു. എന്നാൽ അവർ വന്ന ബോയിങ് ക്യാപ്സ്യൂളിൽ ചില സാങ്കേതിക തകരാറുകൾ സംഭവിച്ചതിനാൽ മടക്കയാത്ര മുടങ്ങുകയായിരുന്നു. യാത്രികരെ സ്പേസ് സ്റ്റേഷനിൽ ഉപേക്ഷിച്ച് ക്യാപ്സ്യൂൾ ഭൂമിയിലേക്ക് തിരികെ എത്തുകയും ചെയ്തു. ഇനി തിരികെ ഇവിടെ എത്താൻ അവർക്ക് മാർച്ച് അവസാനത്തോടെ സ്പേസ് എക്സിന്റെ ക്രൂ 9 ബഹിരാകാശ യാനം എത്തുന്നതുവരെ കാത്തിരിക്കേണ്ടതായി വരും. ധീരരായ 2 ബഹിരാകാശ യാത്രികരെ കൈവിടുകയായിരുന്നു ബൈഡൻ ഭരണകൂടമെന്ന് ആരോപിച്ച് ട്രംപ് അവരെ തിരികെ കൊണ്ടുവരാനായി എലൻ മസ്കിന്റെ സ്പേസ് എക്സിനോട് ആവശ്യപ്പെടുകയായിരുന്നു. എലൻ തന്റെ പണി തുടങ്ങി, അധികം വൈകാതെ അവർ സുരക്ഷിതരായി നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നായിരുന്നു സ്പേസ് എക്സ് ഈ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ ട്രംപ് പറഞ്ഞത്. എത്രയും വേഗം ബഹിരാകാശത്ത് കുടുങ്ങിയ 2 പേരെയും തിരികെ കൊണ്ടുവരുമെന്ന് മസ്കും ഉറപ്പു നൽകിയിട്ടുണ്ട്. ബഹിരാകാശ നടത്തത്തിൽ 2017-ൽ പെന്റി വിറ്റ്സെറ്റ് സ്ഥാപിച്ച റെക്കോർഡാണ്, അതായത് 60 മണിക്കൂർ 21 മിനിറ്റ് മറികടന്നത്. 8 ദിവസത്തെ ദൗത്യത്തിനായി ജൂണിലാണ് നാസ സഞ്ചാരിയും ഇന്ത്യൻ വംശജിയുമായ സുനിത വില്യംസും ബിച്ച് വിൽമോറും ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലെത്തിയത്. എന്നാൽ പേടകത്തിലെ ഹീലിയം ചോർച്ച മൂലം നിലയത്തിൽ കുടുങ്ങി. നിലയത്തിലെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റിലെ തകരാർ സുനിതയും വിൽമോറും പരിഹരിച്ചിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മാസങ്ങളേറെയായി പെട്ടുപോയ ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കാനായി ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സഹായമാണ് എന്തായാലും അമേരിക്ക ഇപ്പോൾ തേടിയിരിക്കുന്നത്. സ്പേസ് സ്റ്റേഷനിൽ അകപ്പെട്ടുപോയ യാത്രികരെ എത്രയും വേഗം തിരികെ എത്തിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടതായി മസ്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജോ ബൈഡൻ ഭരണകൂടം യാത്രികരോട് കാണിച്ചത് വലിയ ക്രൂരതയും ചതിയുമാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. 10 ദിവസത്തെ ദൗത്യത്തിനായി പോയി മാസങ്ങളോളം അകപ്പെട്ടുപോയി ഇരുവരെയും രക്ഷിക്കാനുള്ള ദൗത്യം സ്പേസ് എക്സ് ഉടൻ ആരംഭിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാണ് ദൗത്യം ആരംഭിക്കുക എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണ ദൗത്യത്തിന് പിന്നാലെയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ അകപ്പെട്ടത്. കഴിഞ്ഞ ജൂണിൽ സംഭവിച്ച പ്രശ്നത്തിന് പരിഹാരം കാണാനായി നാസ പലതവണ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല.